എൻ്റെ സഹോദരങ്ങളെ, കൃപാസനത്തിലെ 30 കൊല്ലത്തെ മധ്യസ്ഥ പ്രാർത്ഥനയോ കോടിക്കണക്കിന് മനുഷ്യരുടെ ജപമാല പ്രാർത്ഥനയുമാണ് കൃപാസനത്തിൻ്റെ ആസ്തിയും അടിത്തറയും എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പിന്നെ കൃപാസന ആൾക്കാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ദുരന്തമുണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് ആരാധന മറ്റേ പറഞ്ഞ ദൈവ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ അൾത്താരയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സാക്ഷ്യങ്ങളും ലോകോത്തരമായ പുതിയ പ്രാർത്ഥനകളെല്ലാം ദൈവം വെളിപ്പെടുത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരാധന മുട്ടേ നിന്ന് കൈകൾ കൂപ്പിക്കൊണ്ടാണ് കൂരേണ്ടത്. എന്തുമാത്രം വിശ്വസിക്കുന്നു, എന്തുമാത്രം സമർപ്പിക്കുന്നു, എന്തുമാത്രം ആശ്രയിക്കുന്നുവോ അതിന് ആനുപാതികമായിട്ടായിരിക്കും നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടാകണം. കർത്താവേ, എന്നെ കൂടി സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കുടുംബത്തെ കൂടി കർത്താവ് നീ സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് പലതരത്തിലുള്ള അതായത് കമ്പോളങ്ങൾ നടത്തുന്നവരെ, വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവരെ, കമ്പനി പൊളിഞ്ഞു പോകുന്നവരെ, പൂട്ടിപ്പോകാൻ പോകുന്നവരെ, അങ്ങനെ വ്യത്യസ്തങ്ങളായ സങ്കടങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം ഇപ്പോഴും ആരാധനയും ഞങ്ങൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മാതാവ് ആ വിഷയം ഏറ്റെടുത്ത് ഈശോ കൊടുക്കണ വലിയ സ്വർഗീയ നിമിഷങ്ങളാണ്. എല്ലാ വിഷയങ്ങളും നിൻ്റെ ആഗ്രഹങ്ങൾ, നിൻ്റെക്ക് ഒരു വെറ്റും പിടിയും കിട്ടാത്ത എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത കുഴങ്ങുന്ന അവസ്ഥയാണെങ്കിൽ ആ കുഴങ്ങുന്ന മാനസിക അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ, എവിടെ തുടങ്ങണം, എങ്ങോട്ട് പോകണം എന്ന് തിരിയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ കർത്താവ് എനിക്കൊരു പിടിയും കിട്ടില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് അവസ്ഥ വിശുദ്ധീകരിച്ചുകൊണ്ട് ആരാധനയിൽ പങ്കെടുക്കണം. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. സദയം തൊടേടേ സുഖമായിടും എൻ്റെ ഉള്ളം വരേടേ സദയം തൊടേടേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഒരു മരുന്നും പിടിക്കാത്ത ബോഡി ഉണ്ടെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. മാതാവ് ആ ബോഡിയെ ഇപ്പോൾ സ്പർശിക്കും. കൃപാസനക്കാരെ ജീവനോട് എഴുന്നള്ളി വസിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യന്മാർക്ക് ജീവനും ജീവിതവും കൊടുത്തിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ മാധ്യശക്തി ഇന്ന് നിൻ്റെ കുടുംബത്തെ ഈ ആരാധനയുടെ യെശയ്യാൻ്റെ കൂടെ സന്ദർശിക്കുന്നു. കാനായിര കല്യാണ വീട്ടിൽ കർത്താവ് അമ്മയും ഒരുമിച്ചുണ്ടായിരുന്ന ആ മഹാത്ഭുതത്തിൻ്റെ വലിയ അനുഭവങ്ങളിലേക്കാണ് നടക്കാൻ വേണ്ടി നിൻ്റെ കുടുംബത്തെ സമർപ്പിക്കുക, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുക, ജീവിത പങ്കാളിയെ സമർപ്പിക്കുക. തകരാൻ പോകുന്ന കുടുംബങ്ങൾ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, തകർന്ന് കഴിഞ്ഞ കുടുംബങ്ങൾ, ഇങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കർത്താവ് ശ്രദ്ധിക്കട്ടെ. കർത്താവ്, ഞാൻ കർത്താവ് എല്ലാ കുടുംബങ്ങളെയും പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇപ്പോൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചെടുക്കുന്ന കുടുംബങ്ങളുടെ മേൽ കർത്താവിൻ്റെ വലിയ ശക്തി കർത്താവ് ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ഇന്നത്തെ ദിവസം അനുസ്മരണി അനുഭവം അഭിഷേകമാകാൻ യേശുവിന്റെ കൃപ തീരട്ടെ. ശ്രദ്ധിക്കട്ടെ. സദയം തൊടേടേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേടേ സദയം തൊടേടേ സുഖമായിടും എൻ്റെ ഉള്ളം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഷീജ എന്നും പറഞ്ഞ നേഴ്സ് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. തൊട്ടപ്പം തന്നെ ഈ 69,000 പേരത് കണ്ട് ആ സാക്ഷ്യം വീണപ്പോൾ തന്നെ അവിടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, ഞാൻ ഇന്ന് വെളുപ്പിനിരുന്ന് രണ്ടാമത് വീണ്ടും ഷീജയുടെ സാക്ഷ്യം കേട്ട് അതെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയോസ് എന്ന് പറഞ്ഞ് അതായത് സ്പോൺസറിൻ്റെ സർട്ടിഫിക്കറ്റ് അവരുടെ മകളാണ്. ഇവർ മകൾക്ക് ഉണ്ടായ ദൈവാനുഭവത്തെക്കുറിച്ചാണ് അവർ സാക്ഷ്യം പറയണത്.
അതിനകത്ത് അവർ ഇൻവോൾവ് ആണ്, ആ കുടുംബം മൊത്തം ഇൻവോൾവാണ്. എന്താ അനുഭവം എന്ന് പറയണത്, ഇവരൊരു ജനറൽ നേഴ്സാണ്. ആര്? മകളൊരു ജനറൽ നേഴ്സാണ്. BSc നേഴ്സിങ്ങിന് വിടാനുള്ള കാശ് കുടുംബത്തിലില്ല. ഒരു കടയുണ്ട്, പിന്നെ ഇവർക്ക് ചെറിയ ജോലിയുണ്ട്. പക്ഷെ ആ ജോലി എന്ന് പറയുന്നത് പെട്ടെന്ന് ആ ജോലി പോയി. അവരുടെ നേഴ്സായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ. അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സമ്മർദ്ദം കൊണ്ട് ഇവർക്കത് റിസൈൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ പിന്നെ വരുമാനമില്ല. അപ്പോൾ ഈ മകളൊക്കെ GNM പഠിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇവരുടെ ഉള്ള ജോലി കൂടി പോയി. ഇതാണ് ജീവിതം എന്ന് പറയണത്. മനസ്സിലായില്ലേ? നമുക്ക് ജീവിതത്തിൽ നിന്നാണ് ദൈവത്തിന് നമ്മൾ ജീവിതത്തിനോട് ചേർത്ത് വെച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അനുഭവിക്കുന്നതെല്ലാം. അപ്പോൾ ഇവരുടെ ചിന്തയിലുണ്ടായിരുന്നൊരു വിഷയം, മകളെ ഇപ്പോൾ പോസ്റ്റ് BScക്ക് വിടുക. പൈസ ഇല്ലാത്തത് കൊണ്ട് BSc നേഴ്സിന് വിടാൻ പക്ഷേ കാശില്ല, അതുകൊണ്ട് പോസ്റ്റ് BScക്ക് വിടുക. GNM കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെയാണല്ലോ GNMക്കാർ ചെയ്യണത് പലരും. അപ്പോൾ ആ ഒരു ഐഡിയയിൽ ഇവരിയ്ക്കുകയായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ മകൾ പറയും, ആദ്യം അമ്മ പറയണ കാര്യങ്ങൾ അവൾ അംഗീകരിച്ച്. കാരണം അമ്മയുടെ ജോലി പോയില്ല. ജോലി പോയത് കാരണം ഇനിയിപ്പോൾ പൈസയൊക്കെ കുറച്ച് ഉള്ള ഒരു പോസ്റ്റ് BScക്ക് പോകാമെന്ന് മകൾ പറഞ്ഞ് അങ്ങനെ തീരുമാനിച്ചിരുന്നെങ്കിലും കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്ന് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇവളുടെ ഐഡിയ മാറി. അപ്പം ഞാനപ്പോൾ നോക്കി എവിടെയാണ് ഈ ഐഡിയ മാറണമെന്ന്. എവിടെയാണ്? അപ്പനും അമ്മയും മക്കളും കൂടി, ഒരു അപ്പനും ഒരാണൊരു പെണ്ണുമുണ്ട്. ഈ 4 പേരും കൂടി കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്ന് മുട്ടുകുത്തിയപ്പോൾ ഈ മകൾ പറയും, അമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ IELTSന് പോട്ടേന്ന് ചോദിക്കും. ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിക്കണത്? അത് കേൾക്കുമ്പോൾ ഇവൾ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്, വലിയ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആളല്ല. അപ്പോൾ IELTSന് പോയാൽ പക്ക തോറ്റുപോകും. കാര്യം ഇവിടുത്തെ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് പോലും 3 പ്രാവശ്യമൊക്കെ എഴുതിയിട്ടാണ് ഇത് സാധനം പലപ്പോഴും കിട്ടണത്. അപ്പോൾ അമ്മ ഇവളുടെ മുഖത്ത് നോക്കി ഇവ നോക്കും, പക്ഷേ നിനക്കത് കവർ ചെയ്യാൻ പറ്റുമോ? തന്നെയല്ലേ അമ്മ പറയും, ഇവളെ IELTSന് വിടാനുള്ള കാശ് എൻ്റെ കയ്യിലില്ല, കാരണം ഇതിൻ്റെ ജോലി പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ പരുങ്ങലാണ്. പക്ഷേ ഇത് എപ്പോഴാണ് ഈ ഐഡിയ വരണത്? കുടുംബ പ്രാർത്ഥനയ്ക്ക്. അത് കാരണം അച്ഛൻ നിങ്ങൾ പറയണത്, നിങ്ങൾ പ്രെയർ ടൈം വളരെ ശ്രദ്ധിക്കണം. പ്രെയർ ടൈം, അതായത് ഇപ്പോൾ ഉടമ്പടി എടുത്ത സമയമായാലും ശരി, ഉടമ്പടി എടുക്കാത്ത പോലെ നടക്കുന്ന ആൾക്കാരില്ലേ, അവരാണ് ഗതികിട്ട പ്രേതമായിട്ട് നടക്കുന്നത്. ഉടമ്പടി എടുത്തവർ, പക്ഷേ എന്നിട്ട് അവരുടെ വർത്തമാനം ചെയ്യലും എല്ലാം ഉടമ്പടി എടുക്കാത്തവരെ പോലെയാണ്. ഇവരാണ് ഇതിൻ്റെ അകത്ത് പണിമേടിക്കണത്. കാര്യം ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്താ സംഭവം? നിങ്ങൾ ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷനിലാകും. എന്താണ്? ഇതൊരു ഉഭയകക്ഷിയായിട്ടുള്ള ഒരു പാരിറ്റി റിലേഷനാണിത്. എന്നുവെച്ചാൽ ദൈവം ഒരു കക്ഷി, പിന്നെ ആരാണ്? നിങ്ങൾ ഒരു കക്ഷി. മാധ്യസ്ഥ ആരാണ്? അമ്മ. അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് മീഡിയേഷനാണ്, ഇടയ്ക്കൊന്നുമില്ല. അൾട്ടിമേറ്റ് മീഡിയേഷൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ പോലുള്ള പരിപാടിയാണ്. അമ്മ ഒരു തീരുമാനം എടുത്താൽ പിന്നീട് അതിൻ്റെ അകത്ത് ദൈവം പോലും വെള്ളം ചേർക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അത് കാനായിൽ നമ്മൾ കണ്ടതാണ്. കാനായിലെ കല്യാണം 10,000 കൊല്ലം ഇവിടെ മനുഷ്യരാശി പഠിച്ചാലും പഠിച്ചു തീരത്തില്ല, അത്രയും സംഭവമാണത്. എന്താ കാര്യം? ഇവർക്ക് യേശുക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി ദൈവപിതാവ് അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മരിയൻ മീഡിയേഷൻ ഇത്രയും അപ്രതിരോധ്യമാകാൻ കാരണം? ഇവിടെ കപ്പാസിറ്റി തന്നെയാണ്. ധ്യാനകേന്ദ്രങ്ങളൊന്നും മാതാവിനെക്കുറിച്ച് പറയണില്ലല്ലോ. എല്ലാവരും ഈശോനെക്കുറിച്ചല്ലേ പറയത്തുള്ളൂ. മാതാവിനെക്കുറിച്ച് പറഞ്ഞാൽ എന്താ പാപമാണെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവരാണ് വരിക. ഞാൻ മാതാവിനെക്കുറിച്ച് മാത്രമേ പറയത്തുള്ളൂ. എന്താ കാര്യം എന്നറിയാവോ? എനിക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപാട്
ഈ ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്തതിൻ്റെ പിന്നിൽ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമാണെന്നുള്ളതാണ്. പിതാവാണ് ഇവരെ തിരഞ്ഞെടുത്തത്. ആദ്യം ഒരു ഉടമ്പടി നടന്നായിരുന്നല്ലോ. ആദ്യത്തെ ഉടമ്പടി ആദമായിട്ടും ഹവ്വായായിട്ടും അവരാ ഉടമ്പടി ഉഴപ്പി. അവരോട് പറഞ്ഞതാണ്, നിങ്ങൾ നിത്യമായിട്ട് ജീവിക്കും, പക്ഷേ തോട്ടത്തിൽ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ പഴം കഴിക്കരുത്. ഉടമ്പടിയാണത്. അതാണ് കവനൻ്റ് ഓഫ് ഈഡൻ, ഏതെല്ലാം ഉടമ്പടി. പക്ഷെ പാവപ്പെട്ടവർ ലംഘിച്ചു. ഇതിന് ബദലായിട്ട് ദൈവം കൊണ്ടുവന്ന ആളാരാണ്? മറിയമാണ്. മറിയവുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോൾ മറിയത്തിനെ ഷാഡോ ആയിട്ട് നിർത്തിക്കൊണ്ടാണ്, അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഏഡനിലെ ഉടമ്പടി നടക്കുന്നത്. ഇതാണ് ഉടമ്പടി, ഏഡനിലെ ഉടമ്പടി. മറ്റത് ആദ്യത്തിൻ്റെ ഉടമ്പടിയാണ്. ആദ്യവും ആയിട്ടുള്ള ഉടമ്പടി കഴിഞ്ഞിട്ടാണ് കവനൻ്റ് ഓഫ് എയ്ഡൻ വരുന്നത്. കവനൻ്റ് ഓഫ് എയ്ഡൻ സംഭവിക്കുന്നത്, ഏതെല്ലാം ഉടമ്പടി സംഭവിക്കുന്നത് ഉൽപ്പത്തി 3:15 ഒന്ന് വായിച്ച്. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ക്രിസ്തുവിനെയും മറിയത്തെയും പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് കവനൻ്റ് ഓഫ് ഈഡൻ വർക്കൗട്ട് ചെയ്യണത്. ഇവിടെ എന്താ ബൈബിളിൻ്റെ അടിസ്ഥാനം എന്ന് പറയണത്? ക്രിസ്തുവിനെയും മറിയത്തെയും, ക്രിസ്തുവിനെ മാത്രമല്ല മറിയത്തെ കൂടി പ്രീസപ്പോസ് ചെയ്തുകൊണ്ടാണ് ദൈവം പാപത്തിന് പരിഹാരം നിശ്ചയിക്കുന്നത്. അമ്മയെ ഒഴിവാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ മാത്രം പ്രൊമോട്ട് ചെയ്തുകൊണ്ടല്ല സെക്കൻഡ് ഉടമ്പടി വരണത്. ക്രിസ്തുവിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അമ്മയെ ബാക്ക്ഗ്രൗണ്ടിൽ നിർത്തിയിട്ടാണ്, ബേസ് ചെയ്തിട്ടാണ് ഉടമ്പടി വരണത്. ഇനി വരുമ്പോഴുള്ള വിഷയം എന്ന് പറയുന്നത്, അതുകൊണ്ട് തന്നെ ലോകത്തിന് യേശുവിനെ കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ ഉപകരണമാണ് മറിയം. ഒന്ന് പറഞ്ഞ്, ലോകത്തിന് യേശുവിനെ നൽകാനുള്ള ദൈവത്തിന്റെ മാനുഷിക ഉപകരണമാണ് മറിയം. അതുകൊണ്ട് തന്നെയാണ് അമ്മ മാതാവിലൂടെയാണ് വചനം മാംസമാകണത്, ഇല്ലേ? അതിനമ്മ ചെയ്തത് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലെ നിറവേറട്ടെ എന്നുള്ള മറ്റൊരു ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. അത് ഉടമ്പടിയാണ്. അതാണ് മരിയൻ ഉടമ്പടിയുടെ ബേസ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ ബൈബിളിൽ എന്തെങ്കിലും ദൈവത്തിനെ മുൻനിർത്തി ഉണ്ടെങ്കിൽ എല്ലാം കവനൻ്റ് ആവും. ബൈലാറ്ററലാണ്. ഉടമ്പടിക്ക് എപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? 2 കക്ഷികൾ വേണം. ഒന്ന് ദൈവവും ഒന്ന് മനുഷ്യനും. പിന്നെന്ത് വേണം ഉടമ്പടിക്ക്? ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. നിബന്ധന ഉണ്ടാവും. പിന്നെ എന്താണ്? നിയോഗം ഉണ്ടാവും. അവൻ തൻ്റെ ജനങ്ങളെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അതാണ് അവൻ തൻ്റെ ജനങ്ങളുടെ, ഒന്ന് പറഞ്ഞേ, അവൻ തന്റെ ജനങ്ങളുടെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. മംഗളവാർത്തയിലെ മെയിൻ നിയോഗം അതാണ്. എന്താണ്? യേശുവിലൂടെ ലോകത്തിൻ്റെ പാപങ്ങളെ മോചിക്കുക എന്നുള്ളതാണ്. അതാണ് നിയോഗം. മനുഷ്യാവതാരത്തിൻ്റെ നിയോഗം, അൾട്ടിമേറ്റ് നിയോഗം അതാണ്. പാപത്തെ മാറ്റി നിർത്തിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ വിശുദ്ധീകരിക്കാതെ, ഞാൻ വിശുദ്ധീകരിക്കാതെ വേറെ ഇരുട്ട് കൊണ്ട് മുട്ടടക്കാനോ കണ്ണടച്ചിരുട്ടാക്കാനോ ഒന്നും പറ്റത്തില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം സുവിശേഷ വിഹിതമായ വിശുദ്ധീകരണത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ ഒരുക്കണമേ. ശ്രദ്ധിക്കട്ടെ. നമ്മുടെ നിയോഗങ്ങളുടെ സാക്ഷീകരണത്തിനായി ഞങ്ങളെ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ,
ഞങ്ങളിൽ നിറയണമേ. 3-ാം തീയതി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഞാൻ എൻ്റെ സഹോദരൻ്റെ ഭാര്യയും കുട്ടികളെയും കൊണ്ട് മെഡിക്കൽ എടുക്കാനായിട്ട് പോകുന്നത്. ഈ മെഡിക്കൽ എടുത്തതിന് ശേഷം ശരിക്കും ഇവിടെ അവധി ദിവസങ്ങളായിരുന്നു കൂടുതലും. ഈ 5 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ ഇന്നാണ് ഇങ്ങോട്ട് വരാനായിട്ട് ഇന്നലെ ഞാൻ അമ്മയോട് പറയുമ്പോൾ അമ്മ പറഞ്ഞു, വൈകുന്നേരം ആയപ്പോഴാണ് അമ്മ എന്നോട് പറയുന്നത് ഞാനിങ്ങോട്ട് വരുന്നുണ്ട് സാക്ഷ്യം പറയണമെന്ന്. ഇതിന് ശേഷം വൈകുന്നേരം ഒരു 8 മണിയായപ്പോഴാണ് എൻ്റെ സഹോദരൻ്റെ ഭാര്യ വിളിച്ച് പറയുന്നത്, ഞങ്ങളുടെ എല്ലാവരുടെയും വിസ ഇമെയിലിൽ വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് അടുത്ത് തന്നെ പോകാൻ പറ്റുമെന്ന്. ഇതുകൂടാതെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി തന്നെ പ്ലെയിൻ ടിക്കറ്റിൻ്റെ അപേക്ഷിച്ചതുകൊണ്ട് അത് ഇന്നലെ ഒരു സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരുന്നു. സാധാരണ രീതിയിൽ കാനഡയ്ക്ക് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദരൻ്റെ ഭാര്യയ്ക്ക് 3 കുട്ടികൾക്കും പോകണമെങ്കിൽ തന്നെ ഒരാൾക്ക് 2 ലക്ഷം രൂപ മേലെ വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപാട് ലക്ഷങ്ങളുമാവും. അപ്പോൾ അവർ പറഞ്ഞത് എൻ്റെ അടുത്ത്, ഞങ്ങളിപ്പോൾ പോകുന്നില്ല, സെപ്റ്റംബർ ഒക്ടോബർ ആയിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ, കാരണം അപ്പോഴാണ് ഇതിൻ്റെ പൈസ ഒന്ന് കുറയുള്ളൂ. പിന്നെ സ്പെഷ്യൽ ഓഫർ ചില സമയത്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ഇന്നലെ രാത്രി അങ്ങനെ ഒരു സ്പെഷ്യൽ ഓഫർ വരികയും അവർക്ക് സഹോദരൻ്റെ ഭാര്യയ്ക്ക് വെറും 90,000 റുപ്പീസിനും സഹോദരൻ്റെ പിള്ളേർക്ക് 72,000 റുപ്പീസിനും വിസ ലഭിക്കുകയുണ്ടായി. അവർ ഈ മെയ് 30-ാം തീയതി വിദേശത്തേക്ക് പോവുകയാണ്. പിന്നെ എൻ്റെ അമ്മച്ചിക്ക് കണ്ണിലെപ്പോഴും കുരുക്കൾ വരുമായിരുന്നു, ചൊറിച്ചിൽ അലർജി ഉണ്ടായിരുന്നു. തൈലം പറ്റി പ്രാർത്ഥിച്ചത് വലുതായിട്ട് ആ ചൊറിച്ചിലെല്ലാം മാറി. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല. അമ്മ മാതാവും തിരുക്കുമാരനും വഴി എന്നെയും എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിനോർത്ത് ഒരുപാട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഞാൻ ഗോവയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 നവംബർ 4-നാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ മമ്മിയുടെ കാലിന് വെരിക്കോസിൻ്റെ പ്രോബ്ലം കൊണ്ട് 2 വട്ടം ഡോക്ടർ ഓപ്പറേഷൻ പറഞ്ഞതായിരുന്നു. പക്ഷേ ഞാൻ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിച്ചില്ല. കാരണം എനിക്ക് കൃപാസന മാതാവിൽ ഒത്തിരി വിശ്വാസം ഉണ്ടായിരുന്നു. മാതാവ് സൗഖ്യം തരും, ഓപ്പറേഷൻ ചെയ്യാൻ എൻ്റെ മമ്മിയെ ഞാൻ അനുവദിക്കില്ല എന്നുള്ള ഒറ്റ വിശ്വാസത്തോടെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച്, ഞാൻ ഗോവയിലായിരുന്നതുപോലെ മമ്മി ഇവിടെ നാട്ടിലായ വീഡിയോ കോൾ ചെയ്ത് ഞാൻ എന്നും കാണും കാല് ഒത്തിരി വ്രണമായിട്ടിരിക്കുമായിരുന്നു. പല ഹോസ്പിറ്റലുകളിൽ കാണിച്ച്, അപ്പോൾ ഡോക്ടർമാർ ബയോപ്സി ചെയ്ത് അങ്ങനെ ഓരോ പ്രോബ്ലങ്ങളായിട്ട് നിൽക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ച് ഒത്തിരി കരഞ്ഞ്. കാരണം ഈ കൊറോണ ടൈമിൽ എൻ്റെ പപ്പ മരിച്ചുപോയി. അത് കഴിഞ്ഞ് 5-6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അമ്മ ഒത്തിരി ഞെരുക്കുന്ന വേദനകളിലൂടെയാണ് ഞാൻ കടന്നത്. അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച്, ഇനി മമ്മിയും കൂടി ഉള്ളൂ, ഞങ്ങളെ അനാഥരാക്കരുതെന്ന്. അതേമാതിരി എൻ്റെ മമ്മിയുടെ വെരിക്കോസിന് വ്രണം മാറുകയാണ് മൊത്തമായിട്ട്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ 2ാമത്തെ മോൻ്റെ പേര് അഗസ്റ്റിൻ. ആ കുട്ടി 2ാം നിലയിൽ നിന്ന് വീണ് എൻ്റെ അടുത്തേക്ക് വന്ന് 2 കൈ നിറച്ച് ചോര, മേലൊക്കെ ചോരയായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ കയ്യിലൊരു മുറിവുണ്ട്. കൈ കാണിച്ചു കൊടുത്തടാ. കയ്യിലൊരു മുറിവ്, ഒരിത്തിരി അത്യാവശ്യം സ്റ്റിച്ചിടേണ്ട ഒരു പരുവത്തിലുള്ള മുറിവാണ്. 2ാം നിലയിൽ നിന്ന് വീണതായതുകൊണ്ട് എനിക്ക് ഒത്തിരി പേടിയായി. കാരണം എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ളതുകൊണ്ട് ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ മൊത്തം തിരിച്ചും മറിച്ചും ഓരോ കൈയും കാലും എല്ലാം നോക്കുന്ന എന്തെങ്കിലും ഫ്രാക്ചറോ വല്ലതും ഉണ്ടോയെന്ന്. അപ്പം കഴിഞ്ഞിട്ട് ഡോക്ടർമാർ ചോദിച്ച്, ഛർദ്ദിച്ചോ മോനെ, ബോധം പോയോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഡോക്ടർമാർക്ക് വരെ അതിശയം, ഇതെങ്ങനെയാണ് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ കിട്ടിയതെന്നുള്ളത്. കഴിഞ്ഞിട്ട് കയ്യിലുള്ള മുറിവിന് സ്റ്റിച്ചിടണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ്, ഇത്രയും 2 നിലയിൽ നിന്ന് വീണിട്ട് എൻ്റെ മോന് മാതാവ് ഒരു ആപത്തും വരുത്തിയില്ല. അപ്പം ഈ ചെറിയൊരു മുറിവ് വലിയ കാര്യമല്ല, അതങ്ങ് സ്വന്തം ഉണങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, മരുന്ന് മാത്രം തന്നാൽ മതിയോ, അഥവാ സഹിക്കാൻ പറ്റാത്ത വേദനയാണെങ്കിൽ കൊച്ചിന് മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ആൻറ്റിബയോട്ടിക്സും പെയിൻ കില്ലറും തന്നു വിട്ട്. പക്ഷേ ഞാൻ എൻ്റെ മോന് പെയിൻ കില്ലർ കൊടുത്തില്ല, ആൻറ്റിബയോട്ടിക്സ് മാത്രമേ കൊടുത്തുള്ളൂ. എൻ്റെ മോൻ്റെ വേദന മാതാവ് ഏറ്റെടുത്തു.
മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു ഞാൻ. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് സ്വന്തമായിട്ടൊരു കമ്പനി വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ കുറേ നാൾ കൊണ്ട് പലയിടങ്ങളിലും സ്ഥലം നോക്കും, കമ്പനി നോക്കും ഒക്കെ ചെയ്തു. പക്ഷേ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിനും വലിയ വലിയ വിലകളാണ് ഓരോ സ്ഥലത്തും പറഞ്ഞിട്ട്. അങ്ങനെ ലാസ്റ്റ് ഒരു 1.5 വർഷം മുന്നോട്ട് പോയി. പുള്ളി മനസ്സുമെടുത്ത് ലാസ്റ്റ് ഒരു സ്ഥലം മേടിച്ച്, ഞാനും അമ്മയൊന്നും എതിർത്തില്ല, കാരണം ഞങ്ങൾക്കറിയാം കുറേ ട്രൈ ചെയ്തതാണെന്നുള്ളത്. പിന്നെ അതിന് ശേഷം ഒരു കമ്പനി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു, എൻ്റെ പേപ്പറൊന്നും ശരിയല്ലായിരുന്നു. പിന്നെ അവർ തന്നെ തിരിച്ചു വന്ന് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത്ര പൈസ തന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാമെന്ന്. അങ്ങനെ ആ കമ്പനി വാങ്ങിക്കുകയും ചെയ്തു. അതേമാതിരി ഒരു സ്ഥലവും, കാരണം ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ പോലും ഇല്ല ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കുന്നതിനെക്കുറിച്ച്. ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഒരു സ്ഥലം വാങ്ങിച്ച് ഇപ്പോൾ അത് വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നവംബർ 4 ഉടമ്പടി എടുത്തായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ വീടിൻ്റെ പണിയൊന്നും നടത്തി തന്നെയെന്നൊന്നും ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചില്ല. കാരണം ഞാൻ ആലോചിച്ച് ഇത്രയും നടത്തിയ മാതാവിനെല്ലാം അറിയാലോ, അപ്പോൾ അതുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നടന്നു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ മാതാവിൻ്റെ ഇഷ്ടം ഞാനത് ഉടമ്പടിയിൽ വെക്കണം എന്നുള്ള. കാരണം അതിൽ ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നപ്പോൾ ഇത്തിരി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ഒരു പ്രോബ്ലം വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ അതും ഉടമ്പടിയിൽ വെച്ച്. പിന്നെ വേറൊരു കാര്യം, ഞാൻ 2019 ഇവിടെ ആദ്യമായിട്ട് വരുന്നത്. ആ സമയത്ത് എൻ്റെ മൂത്ത മോൻ്റെ കയ്യിൽ ഒരു മുഴയുണ്ടായിരുന്നു. ഒരു 5-6 മാസം കണ്ടിന്യൂസ് ആയിട്ട് അത് ഉണ്ടായിരുന്നു, അത് മാറുന്നില്ലായിരുന്നു. അതാണ് കാരണം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ മുഴ കാണാതെയായി. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ആ മുഴ വന്ന്. അപ്പം മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ആ മുഴ വീണ്ടും വന്നല്ലോ, പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പോയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വിശ്വാസമുണ്ട് മോനെ, നീ ആ മുഴയെക്കുറിച്ച് നീ വിഷമിക്കണ്ട, ആ മുഴ മാറിക്കോളും. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് മോൻ പറയുന്നു, മമ്മി ആ മുഴ കാണുന്നില്ല, ആ മുഴ എവിടെ പോയിന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ആ മുഴ മാതാവ് സൗഖ്യം തന്ന് അനുഗ്രഹിച്ചു. അതേമാതിരി മൂത്ത മോന് അവിടെ, ഞങ്ങൾ ഗോവയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൊങ്ങണിയൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടെ അഡ്മിഷൻ കിട്ടാൻ ഇത്തിരി പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അവിടെ പ്രിൻസിപ്പാൾ പറഞ്ഞു, നിങ്ങൾ ഇനിയിപ്പോൾ ഈ സ്കൂളിൽ, കാരണം MLA മിനിസ്ട്രിയൊക്കെ റെക്കമെൻഡേഷനും കൊണ്ട് വന്നിട്ട് പോലും ഇവിടെ അഡ്മിഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേറെ സ്കൂളിൽ നോക്കിക്കോ, കാരണം ഇവിടെ കിട്ടത്തില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, ഡൊണേഷൻ തന്നാൽ കിട്ടുമോ? അപ്പോൾ പറഞ്ഞ് ഡൊണേഷൻ തന്നിട്ടൊന്നും കാര്യമില്ല, അഡ്മിഷനൊന്നും കിട്ടില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നേരെ വേറെ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുത്ത്. എങ്കിൽ പോലും ഞാൻ ആഗ്രഹിച്ച് എൻ്റെ മോന്, കാരണം ഇളയ മോന് അവിടെ LKGയിൽ അഡ്മിഷൻ കിട്ടിയായിരുന്നു ആ ടൈം. അപ്പോൾ മൂത്ത 2 പിള്ളേരും 2 സ്കൂളിലാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് പ്രാർത്ഥന ഞാൻ മുടക്കിയതേ ഇല്ല. കാരണം 2 മക്കൾ ഒരു സ്കൂളിൽ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചായിരുന്നു. അതുപോലെ ഞാൻ പറഞ്ഞു, സ്കൂൾ തുറക്കുമ്പോഴേക്കും എനിക്ക് എന്തായാലും എൻ്റെ മോൻ ആ സ്കൂളിൽ 1ാം ക്ലാസ്സിൽ തൊട്ട് പഠിക്കണം. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മെയ് മാസം ലാസ്റ്റ് ആയപ്പോൾ ആ സ്കൂളിൽ നിന്ന് എനിക്ക് ഫോൺ വരിക, നിങ്ങളുടെ ഒരു സിഗ്നേച്ചർ വേണം എനിക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കാനാണ് ഒരു ലെറ്റർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പോയി സൈൻ ചെയ്ത്. അപ്പോൾ ഓഫീസിലെ സ്റ്റാഫ് എന്നെ നോക്കി ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, മാഡം ഇതെന്താ, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പറഞ്ഞ്, ഞാൻ കുറച്ച് നാളുകൊണ്ട് ഈ സ്കൂളിൽ സ്റ്റാഫാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലെറ്റർ കാണുന്നത്, സൈൻ മേടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ ഇതേമാതിരി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു, മാതാവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല, ഈശോയോട് പ്രാർത്ഥിച്ച് എനിക്ക് നേടിത്തരണേന്ന് പ്രാർത്ഥിച്ചു. അതേമാതിരി എൻ്റെ ആഗ്രഹം മാതാവ് സാധിച്ചു തന്നു. നിഷി സാജൻ, ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 സെപ്റ്റംബർ മാസത്തിലാണ്. ഞാൻ അതിന് മെയിനായിട്ട് എൻ്റെ മോൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അവന് 5 വർഷമായിട്ട് ഞങ്ങൾ പുറത്ത് പോയി പഠിക്കാനായിട്ട് നോക്കിയിട്ടൊന്നും നടന്നില്ല. +2 കഴിഞ്ഞപ്പം കാനഡയ്ക്ക് പോകാനായിട്ട് നോക്കി, പക്ഷേ നടന്നില്ല. അവസാനം ഞങ്ങൾ മൂന്നാർ കാറ്ററിംഗ് കോളേജിൽ പറഞ്ഞു വിട്ട് അവൻ്റെ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വീണ്ടും ഞങ്ങൾ ശ്രമിച്ചു. എന്നിട്ടും ഓരോന്നും ഇങ്ങനെ നടക്കാതിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കോവിഡ് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പം മൊത്തത്തിൽ അത് ഫ്ലോപ്പായി. പിന്നെ വീണ്ടും യൂറോപ്യൻ കൺട്രിയിലേക്ക് വെച്ചു.
അതും നടക്കുന്നില്ല. 2 കൺട്രിയിലേക്ക് നമ്മൾ ഫീസ് അടച്ചു. എന്നിട്ട് അത് നടക്കാതെ വന്നപ്പോൾ അത് തിരിച്ച് അവർ നമുക്കത് ഇട്ടു തന്നു. വീണ്ടും യൂറോപ്യൻ കൺട്രി തന്നെ മാൾട്ട വെച്ചു. മാൾട്ട വെച്ച് കഴിഞ്ഞ് 15 പേര് ഒന്നിച്ചായിരുന്നു ഇവർ വെച്ചിട്ടുണ്ടായിരുന്നത്.